ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും ഹോപ്സിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ LDC പരീക്ഷകളിൽ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളുടെ വിശകലനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നൽകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്: ഓപ്ഷൻ എ സിങ്ക് കാർബണേറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. ചോദ്യം: സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. ZNS, സിങ്ക് സൾഫൈഡ്. എന്നാൽ സിങ്കിന്റെ മറ്റൊരു അയിരുണ്ട് കലാമിൻ. കലാമിൻ എന്നറിയപ്പെടുന്നത് സിങ്ക് കാർബണേറ്റ് ആണ്. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ്, കലാമിൻ എന്നറിയപ്പെടുന്നത് സിങ്ക് കാർബണേറ്റ്. അവിടെ നമ്മൾ ഒരു ചോദ്യം കൂടെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. സൾഫൈഡ് അയിരുകൾ, സിങ്ക് ബ്ലെൻഡ് ഒരു സൾഫൈഡ് അയിരാണ്. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് പ്ലവന പ്രക്രിയ. അതുകൊണ്ട് തന്നെ സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണ രീതി ഏതെന്ന് ചോദിച്ചാൽ പ്ലവന പ്രക്രിയ എന്ന് ഉത്തരം എഴുതണം. സിങ്കിന്റെ സൾഫൈഡ് അയിരാണ് സിങ്ക് ബ്ലെൻഡ്. കലാമിൻ രാസപരമായി സിങ്ക് കാർബണേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളോടൊപ്പം ഈ നൽകിയിരിക്കുന്ന ഒരു പട്ടിക കൂടി പഠിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ പട്ടികയിൽ ചില പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും രാസസൂത്രങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തേത് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ അയിര് എല്ലാവർക്കും അറിയാം, ബോക്സൈറ്റ്. രാസസൂത്രം Al2O3 2H2O. PSC ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു രാസസൂത്രമാണ് ബോക്സൈറ്റിൻ്റേത്. രണ്ടാമത്തെ ലോഹം ഇരുമ്പാണ്. ഇരുമ്പിന് രണ്ട് അയിരുകൾ നൽകിയിട്ടുണ്ട്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം Fe2O3, മാഗ്നറ്റൈറ്റിന്റെ രാസസൂത്രം Fe3O4. ശ്രദ്ധിക്കുക, രണ്ടും ഓക്സൈഡ് അയിരുകളാണ്. മൂന്നാമത്തേത് നമ്മൾ ചോദിച്ച PSCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, സിങ്കിന്റെ അയിരുകൾ. ഒന്ന് സിങ്ക് ബ്ലെൻഡ്, രണ്ട് കലാമിൻ. സിങ്ക് ബ്ലെൻഡ് ZNS, അത് സിങ്ക് സൾഫൈഡ് ആണ്. രണ്ട് കലാമിൻ ZnCO3, സിങ്ക് കാർബണേറ്റ് ആണ്. അപ്പോൾ കലാമിൻ രാസപരമായി എന്താണെന്ന് ചോദിച്ചാൽ അത് സിങ്ക് കാർബണേറ്റ് ആണ്. നാലാമത്തെ ലോഹമാണ് കോപ്പർ. കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ് എന്നീ രണ്ട് അയിരുകളാണ് കോപ്പറിനുള്ളത്. CuFeS2 കോപ്പർ പൈറൈറ്റ്സ്, അതും ഒരു സൾഫൈഡ് അയിരാണ്. രണ്ടാമത്തേത് കുപ്രൈറ്റ് ആണ്, അത് Cu2O, അതൊരു ഓക്സൈഡ് അയിരാണ്. ഈ പട്ടിക പഠിക്കുമ്പം നിങ്ങളെല്ലാവരും സൾഫൈഡ് അയിരുകൾ ഏതൊക്കെ, ഓക്സൈഡ് അയിരുകൾ ഏതൊക്കെ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ ബി ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഓപ്ഷൻ സി അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സിങ്ക് ആണ്. വ്യത്യസ്തമായ 4 ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്യാം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഇല്ല. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകമാണ് ഹൈഡ്രജൻ. എന്നാൽ ഡ്യൂട്ടീരിയത്തിൽ ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ട്രിഷ്യത്തിൽ ന്യൂട്രോണുകളുടെ എണ്ണം 2 ആണ്. ഹൈഡ്രജന്റെ ഏറ്റവും കോമൺ ആയ രൂപം പ്രോട്ടിയം ആയതുകൊണ്ട് പ്രോട്ടിയത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ എന്നുള്ള പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തേത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. കറക്റ്റാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. എന്നാൽ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടിയ മൂലകം ക്ലോറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. എന്നാൽ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടിയ മൂലകം ക്ലോറിനാണ്. മൂന്നാമത്തേതാണ് അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ആ പ്രസ്താവന തെറ്റാണ്. ഹൈഡ്രജന് 3 രൂപങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ 3 ഐസോട്ടോപ്പുകളുടെയും അറ്റോമിക നമ്പർ 1 ആണ്. അറ്റോമിക നമ്പർ സെയിം ആയതുകൊണ്ടാണല്ലോ അവയെ നമ്മൾ ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പുകളുടെയും അറ്റോമിക നമ്പർ 1 ആണ്. അതായത് ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. എന്നാൽ പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ 1,
ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് നമ്പർ 2, ട്രിഷിയത്തിൻ്റെ മാസ് നമ്പർ 3 എന്നിങ്ങനെയാണ് മാസ് നമ്പറുടെ ക്രമങ്ങൾ. പ്രോട്ടിയം മാസ് നമ്പർ 1, ഡ്യൂട്ടീരിയം മാസ് നമ്പർ 2, ട്രിഷിയം മാസ് നമ്പർ 3. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്ന് തന്നെയാണ്. എങ്കിൽ അറ്റോമിക നമ്പറും മാസ് നമ്പറും തുല്യമായി വരുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ എന്ന് സമ്മതിക്കേണ്ടി വരും. ഇവിടെ അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രസ്താവന തെറ്റാണ്. ഡ്രൈ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സിങ്കാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3 ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ച് രൂപത്തിലുള്ള അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് ഹേബർ പ്രക്രിയ. നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൽ സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പ് ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ ഇരുമ്പ് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പാണ്. എന്നാൽ ഈ ചോദ്യത്തിന് ബദലായി PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം സമ്പർക്ക പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അപ്പോൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ച് രൂപത്തിലുള്ള അയൺ. സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഒന്നുകൂടെ, നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് ഓസ്വാൾഡ് പ്രോസസ്. അവിടെ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ്. നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് ഓസ്വാൾഡ് പ്രോസസ്. അവിടെ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. വനസ്പതിയുടെ നിർമ്മാണത്തിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് നിക്കലാണ്. വനസ്പതിയുടെ നിർമ്മാണത്തിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് നിക്കലാണ്. ഇവിടെ നമ്മൾ ഉൾപ്രേരകങ്ങളായിട്ട് പറഞ്ഞ ഇരുമ്പ്, വനേഡിയം പെൻറ്റോക്സൈഡ് ഒരു സംയുക്തമാണ്. പ്ലാറ്റിനം, നിക്കൽ ഇതൊക്കെ ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇത്തരത്തിൽ മിക്ക ഡി ബ്ലോക്ക് മൂലകങ്ങളെയോ അവയുടെ സംയുക്തങ്ങളെയോ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കാം എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ഓപ്ഷൻ എ പാൽ, ഓപ്ഷൻ ബി സോഡിയം അമാൽഗം, ഓപ്ഷൻ സി കഞ്ഞിവെള്ളം, ഓപ്ഷൻ ഡി ചെളിവെള്ളം. ഈ ചോദ്യത്തിലേക്ക് വേണ്ടി യഥാർത്ഥ ലായനികൾ, കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ എന്നിവ തമ്മിലുള്ള ചില വ്യത്യാസങ്ങളൊന്ന് നോക്കാം. കണങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ് യഥാർത്ഥ ലായനിയിൽ. അത്തരം കണങ്ങളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ആ കണങ്ങൾ അടിയുന്നുമില്ല. ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ പോലും യഥാർത്ഥ ലായനിയിലെ കണങ്ങളെ കാണാൻ കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥ ലായനിയിലെ കണങ്ങളെക്കാൾ അല്പം കൂടി വലിപ്പം കൂടിയ കണങ്ങളാണ് കൊളോയിഡുകൾക്കുള്ളത്. എന്നാൽ കണങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതും താരതമ്യേന വലിപ്പം കൂടിയ കണങ്ങൾ ഉള്ളതുമായ പദാർത്ഥങ്ങളാണ് സസ്പെൻഷനുകൾ. സസ്പെൻഷനിലെ കണങ്ങളെ അരിച്ചു മാറ്റാൻ കഴിയുകയും ചെയ്യും, അടിയിക്കാനും സാധിക്കും. അപ്പം കണങ്ങളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥ ലായനിയിലെ കണങ്ങളാണ് ഏറ്റവും ചെറുതെന്ന് കാണാൻ കഴിയും. സസ്പെൻഷനിലെ കണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വലിപ്പം കൂടുതലെന്നും കാണാൻ കഴിയും. ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന പാൽ, കഞ്ഞിവെള്ളം ഇതെല്ലാം കൊളോയിഡുകളാണ്. പാൽ, കഞ്ഞിവെള്ളം, മൂടൽമഞ്ഞ്, മഷി ഇവയെല്ലാം കൊളോയിഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. പാൽ, പുക, മഷി, മൂടൽമഞ്ഞ്, തെളിഞ്ഞ കഞ്ഞിവെള്ളം ഇവയെല്ലാം കൊളോയിഡുകളാണ്. എന്നാൽ ചെളിവെള്ളം, ആയുർവേദ കഷായം,
ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതം ഇവയെല്ലാം സസ്പെൻഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്. ചെളിവെള്ളം, ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതം, ആയുർവേദ കഷായം ഇവയെല്ലാം സസ്പെൻഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടുത്തെ ഉത്തരം സോഡിയം അമാൽഗമാണ്. യഥാർത്ഥ ലായനി ഏതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം സോഡിയം അമാൽഗമാണ്. സോഡിയം അമാൽഗം ഒരു ലോഹസങ്കരമാണ്. അമാൽഗത്തിലെ പൊതുവായ ഘടകമാണ് മെർക്കുറി. അപ്പോൾ സോഡിയം അമാൽഗത്തിൽ പ്രധാന ഘടകങ്ങളായിട്ടുള്ളത് സോഡിയവും മെർക്കുറിയുമാണ്. ഇതൊരു ലോഹസങ്കരമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ലോഹസങ്കരങ്ങളും പൊതുവെ യഥാർത്ഥ ലായനികളാണ്. എല്ലാ ലോഹസങ്കരങ്ങളും പൊതുവെ യഥാർത്ഥ ലായനികളാണ്. കൂടാതെ ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി എന്നിവയെല്ലാം യഥാർത്ഥ ലായനികളാണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സോഡിയം അമാൽഗം എന്നാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളെല്ലാം ഇക്കഴിഞ്ഞ 2 LDC പരീക്ഷകളിൽ ചോദിച്ചതാണ്. ആ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധമായ വസ്തുതകളുമാണ് ഇവിടെ പറഞ്ഞത്. വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.